നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യേശു ദാവീദിന് ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 41 മുതൽ 44 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ. എന്നാൽ അവൻ അവരോട്, ക്രിസ്തു ദാവീദിന്റെ പുത്രൻ എന്ന് പറയുന്നത് എങ്ങനെ? കർത്താവിൻ്റെ കർത്താവിനോട്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളും എൻ്റെ വലത്തുഭാഗത്തിരിക്ക എന്ന് അരുളി ചെയ്തു എന്ന് സങ്കീർത്തന പുസ്തകത്തിൽ ദാവീദ് തന്നെ പറയുന്നുവല്ലോ. ദാവീദ് അവനെ കർത്താവ് എന്ന് വിളിക്കുന്നു, പിന്നെ അവൻ്റെ പുത്രൻ ആകുന്നത് എങ്ങനെ എന്ന് ചോദിച്ചു. കർത്താവായ യേശുക്രിസ്തുവിനെ പലരും ദാവീദ് പുത്ര എന്ന് വിളിച്ചിട്ടുണ്ട്. അതതിൻ്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കിയിട്ടാണോ എന്നറിഞ്ഞുകൂടാ. ദാവീദിൻ്റെ കുലത്തിൽ, അത് യഹൂദ ഗോത്രത്തിൽ ഉള്ള ഒരു പ്രവാചകൻ എന്നുള്ള നിലയിലല്ലാതെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 1-ാം വാക്യം, അവിടെ അത് സുവിശേഷം ആരംഭിക്കുകയാണ്. അവിടെ എഴുതിയിട്ടുള്ളത് അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിന് വംശാവലി എന്ന് പറഞ്ഞുകൊണ്ടാണ്. അബ്രഹാമിൻ്റെ പുത്രൻ ഇസഹാക്കായിരുന്നു, ദാവീദിൻ്റെ പുത്രൻ ശലോമോനായിരുന്നു. എന്നാൽ ഇവിടെ സുവിശേഷം എഴുതിയ മത്തായി യേശുവാണ് അബ്രഹാമിൻ്റെ പുത്രനെന്നും യേശുവാണ് ദാവീദിൻ്റെ പുത്രനെന്നും പറയുന്നു. അതിൻ്റെ അർത്ഥം, അബ്രഹാമിനോട് ദൈവം ഒരു വാഗ്ദത്തം ചെയ്തു. അതായത്, നിന്റെ സന്തതി മൂലം ഞാൻ ലോകത്തെ മുഴുവൻ അനുഗ്രഹിക്കും. അത് ഇസഹാക്ക് മൂലം, തൻ്റെ മകനായ ഇസഹാക്ക് മൂലമൊന്നല്ല, അബ്രഹാമിൻ്റെ വംശത്തിൽ ജനിക്കുന്ന ഒരാൾ മൂലമെന്നാണ്. ഗലാത്യ ലേഖനത്തിൽ പൗലൂസ് അതിൻ്റെ വ്യാഖ്യാനം പറയുന്നുണ്ട്. അബ്രഹാമിനോട് ദൈവം നിന്റെ സന്തതി മൂലം ലോകത്തെ അനുഗ്രഹിക്കും എന്ന് പറയുമ്പോൾ സന്തതികൾ മൂലമെന്നല്ല, നിന്റെ തലമുറകൾ മൂലമെന്നല്ല, നിന്റെ സന്തതി മൂലമെന്ന് പറഞ്ഞാൽ നിന്റെ വംശത്തിൽ പൂജാതനാകുന്ന ഒരാൾ നിമിത്തമെന്നാണ്. അത് യേശുവിനെ കുറിച്ചാണ്. യേശു അബ്രഹാമിൻ്റെ പരമ്പരയിലാണ് പൂജാതനാകുന്നത്. തുടർന്ന് പറയുകയാണ്, ദാവീദിൻ്റെ പുത്രനായ, അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ എന്ന് പറഞ്ഞാൽ കേവലം അബ്രഹാമിൻ്റെ വംശത്തിലും അതേ തുടർന്ന് ദാവീദിൻ്റെ വംശത്തിലും ജനിച്ച ഒരാളെന്നുള്ള അർത്ഥത്തിലല്ല. അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്തു, ദൈവരാജ്യം നിന്റെ സന്തതിക്കായിരിക്കും. അത് യേശുവിൻ്റെ കാര്യമാണ്. ദാവീദിനോട് ദൈവം വാഗ്ദത്തം ചെയ്തു, നിന്റെ രാജ്യത്വത്തിന് അവസാനമുണ്ടാകുകയില്ല. നമുക്കറിയാം, ദാവീദിൻ്റെ മകൻ ശലോമോൻ്റെ കാലത്ത് അവിഭക്ത ഇസ്രയേൽ ശലോമോൻ്റെ കീഴിലായിരുന്നു. എന്നാൽ ശലോമോൻ്റെ മകൻ രഹബയാമിൻ്റെ കാലം വന്നപ്പോൾ 12 ഗോത്രങ്ങളിൽ 10 ഗോത്രവും, അതായത് വടക്കേ ഗോത്രം 10ഉം യൊരേബയാം എന്നൊരു അവരുടെ ഒരു ദാസൻ്റെ കീഴിലായിപ്പോയി. ദാവീദിൻ്റെ മകനായ ശലോമോൻ്റെ മകനായ രഹബയാമിന് 2 ഗോത്രം, യഹൂദയും ബെന്യാമീനും മാത്രമാണ് തെക്കേയറ്റത്തിൽ ലഭിക്കാനിടയായത്. പക്ഷെ ഇവിടെ ദാവീദിനോട് പറഞ്ഞത് ആ കാര്യമല്ല. ദാവീദിനോട് പറഞ്ഞത്, നിന്റെ സന്തതിക്ക് ലോകരാജ്യത്വം ഉണ്ടാകുമെന്നാണ്. നിന്റെ രാജ്യത്വത്തിന് അവസാനം ഉണ്ടാകത്തില്ല, അവസാനം ഉണ്ടാകാത്ത നിത്യരാജ്യത്വം, അത് ദൈവരാജ്യമാണ്. അപ്പോൾ നിന്റെ സന്തതിയിൽ ഒരാൾ ദൈവരാജ്യം സ്ഥാപിക്കും. അത് യേശുവിൻ്റെ കാര്യമാണ്. അപ്പോൾ യേശു, അബ്രഹാമിൻ്റെ വംശത്തിൽ ജനിക്കുന്ന യേശു, തുടർന്ന് ദാവീദിൻ്റെ വംശത്തിൽ ജനിക്കുന്ന യേശു ദൈവരാജ്യം സ്ഥാപിക്കും. ഇതായിരുന്നു അവരോട് 2 പേരോടുമുള്ള വാഗ്ദാനം. അതാണ് മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ വംശാവലി. സാധാരണ രാജാക്കന്മാർക്കൊക്കെയാണല്ലോ വംശാവലി എഴുതുന്നത്. അപ്പോൾ യേശുക്രിസ്തു ദൈവരാജ്യം സ്ഥാപിക്കാൻ വന്ന രാജാവാണ്. കാരണം യേശുവിൻ്റെ ജനനത്തിങ്കൽ
കിഴക്കുനിന്ന് വിദ്വാൻമാരായ രാജാക്കന്മാർ വന്ന് പൊന്നും മൂരും കുന്തിരുക്കവും കാഴ്ചവെച്ചിട്ട് അവർ പറയുന്നത് യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എന്നാണ്. അപ്പോൾ ദാവീദ് 110 സങ്കീർത്തനത്തിലാണ് കേട്ടോ. ദാവീദ് എഴുതിയ ഒരു സങ്കീർത്തനത്തിൽ ദാവീദ് പറയുകയാണ്, അതിൻ്റെ 1-ാം വാക്യം, യഹോവ എൻ്റെ കർത്താവിനോട്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളൂ, നീ എൻ്റെ വലത്തുഭാഗത്തിരിക്ക എന്ന് അരുളി ചെയ്തു. ദാവീദ് പറയുകയാണ്, ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന അല്ലെങ്കിൽ പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന ആ പുത്രൻ തമ്പുരാൻ യഹോവയാണ്. കർത്താവ് എന്ന് പറഞ്ഞാൽ യഹോവ എന്നാണ്. വെറും മനുഷ്യനല്ല, ദൈവം മനുഷ്യനായതാണ്. അതുകൊണ്ടാണ് യേശു ജനിച്ച് ദൈവത്വം തെളിയിച്ച ശേഷം കാൽവറിയിൽ യാഗമായി അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് 40 നാൾ സ്വർഗാരോഹണം ചെയ്തിട്ട് പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നത്. ആ പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നതിന് ഒരു സ്ലോട്ടുണ്ട്, ഒരു ടൈം പീരീഡ് ഉണ്ട്. അത് ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുകയുള്ളൂ എന്നാണ്. അതായത് യേശുവിനെ മനസ്സിലാക്കാത്ത, യേശുവിനെ ദൈവത്വം ഗ്രഹിക്കാത്ത ആളുകൾ സുവിശേഷ പ്രസംഗ ശ്രവണത്തിലൂടെ യേശുവിനെ മനസ്സിലാക്കി അവരുടെ ശത്രുത്വം അവസാനിച്ച് യേശുവുമായി അവർ മിത്രങ്ങളാകും. അങ്ങനെ ആളുകൾ ലോകത്തിൻ്റെ എല്ലാ രാജ്യത്തു നിന്നും സകല ഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും നിന്നുള്ള ആളുകൾ അവർ മാനസാന്തരപ്പെട്ട് യേശുവിൻ്റെ ശിഷ്യന്മാരായി, യേശുവിൻ്റെ മിത്രങ്ങളായി തീർന്നു കഴിയുമ്പോൾ ലോകത്തിലെല്ലാവരും ഒന്നല്ല, ദൈവം ഉദ്ദേശിച്ച ആളുകൾ അല്ലെങ്കിൽ മാനസാന്തരപ്പെടുന്ന ആളുകൾ യേശുവിനെ രക്ഷിതാവും ദൈവവുമായി, ദൈവത്തിൻ്റെ മനുഷ്യാവതാരമായി, രക്ഷിതാവായി, മനുഷ്യൻ്റെ നരകം അനുഭവിപ്പാൻ അല്ലെങ്കിൽ മനുഷ്യന് വേണ്ടി യാഗമാകാൻ വന്ന ദൈവകുഞ്ഞാടായി അംഗീകരിക്കുന്ന ആ ആളുകൾ, അതിൻ്റെ അവസാനത്തെ ആളും കൂടെ തികഞ്ഞു കഴിയുമ്പോൾ ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠം ആക്കുവോളോ, നീ എൻ്റെ വലത്തുഭാഗത്തിരിക്കാം. അത് കഴിഞ്ഞാണ് യേശു ദൈവരാജ്യം സ്ഥാപിക്കാൻ മഹാശക്തിയോടെ ഈ ലോകത്തിലേക്ക് വരുന്നത്. യേശു ഒന്നാമത് വന്നത് ഒരു കന്യകയുടെ ഗർഭാശയത്തിലേക്കും പിന്നീട് ഒരു കാലിത്തൊഴുത്തിലേക്കുമാണ്. വളർന്നത് നസ്രയത്തിലെ ഒരു തച്ചൻ്റെ ഒരു ദരിദ്ര ഭവനത്തിലാണ്. പിന്നീട് 3.5 വർഷക്കാലം സാധാരണക്കാരായ മീൻപിടുത്തക്കാരായ ആളുകളോട് ചേർന്ന് സുവിശേഷം അറിയിച്ച് ആളുകളെ ദൈവത്തെങ്കിലേക്ക് നയിച്ച് മാനസാന്തരത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ച് അവരുടെ രോഗികൾക്കൊക്കെ സൗഖ്യം നൽകി അങ്ങനെ തൻ്റെ ദൈവത്വം തെളിയിച്ച ശേഷം അവർക്ക് വേണ്ടി കുരിശിൽ ബലിമരണം വരിച്ചു. ആ യേശു ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലത്തുഭാഗത്ത് ജീവിക്കുകയാണ്. തൻ്റെ ശിഷ്യന്മാർ ലോകമെമ്പാടും സകല വാർത്താമാധ്യമത്തിലൂടെയും ഈ സുവിശേഷം, ഈ രക്ഷാമാർഗം അറിയിക്കുകയാണ്. ഏക രക്ഷാമാർഗം, ഏക രക്ഷിതാവ് അതറിയിക്കുകയാണ്. അവസാനത്തെ ആളും മാനസാന്തരപ്പെട്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ പിതാവ് നിശ്ചയിച്ചിട്ടുള്ള ആളുകൾ ഒക്കെ മാനസാന്തരപ്പെട്ട് കഴിയുമ്പോൾ കർത്താവായ യേശു പിതാവിൻ്റെ വലത്തുഭാഗത്ത് നിന്ന് മഹാതേജസ്സോടെ അഗ്നിജ്വാലയിൽ എന്നാണ് തെസ്സലോനിക്ക ലേഖനത്തിൽ വായിക്കുന്നത്, പ്രതാപത്തോടുകൂടെ ഗംഭീരനാദത്തോടെ പ്രധാനത്തിൻ്റെ ശബ്ദത്തോടെ ദൈവത്തിൻ്റെ കാഹളത്തോടെ ഏത് കണ്ണും അവനെ തുളച്ചവരും കാണത്തക്ക വണ്ണം പ്രകൃതിയെ ഞടുക്കിക്കൊണ്ട് മടങ്ങി വരും. തുടർന്നാണ് യേശു ദൈവരാജ്യം സ്ഥാപിക്കുന്നത്. ഇവിടുത്തെ ഏകാധിപത്യത്തിനും മതാധിപത്യത്തിനും ജനാധിപത്യത്തിനും സോഷ്യലിസത്തിനും കമ്മ്യൂണിസത്തിനും ക്യാപിറ്റലിസത്തിനും ഒന്നും ഒരു സമാധാനം നൽകാൻ കഴിഞ്ഞിട്ടില്ല. കൂട്ടക്കൊലകളും രക്തച്ചൊരിച്ചിലുകളും ബോംബുകളും ആയുധങ്ങളും കൊണ്ട് ഈ ലോകത്തെ അവർ നിറച്ചിരിക്കുകയാണ്. മനുഷ്യൻ്റെ നിലവിളി ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ യേശു വരികയും സമാധാന സമ്പൂർണമായ യുദ്ധമില്ലാത്ത, ക്ഷാമമില്ലാത്ത, രോഗമില്ലാത്ത, അക്രമങ്ങളില്ലാത്ത ദൈവരാജ്യം ഇവിടെ സ്ഥാപിക്കുകയും ചെയ്യും. ഈ ലോകത്തിന്, ഭൂമിക്ക് ശാപമോക്ഷമുണ്ടാകും, ആളുകൾക്ക് വലിയ വ്യത്യാസം ഉണ്ടാകും. അതൊക്കെയാണ് ദൈവരാജ്യത്തിൽ സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് യേശു ചോദിക്കുന്നത്, ദാവീദ് എന്നെ കർത്താവേ, യഹോവേ, ദൈവമേ എന്ന് വിളിച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ എങ്ങനെ ദാവീദിൻ്റെ പുത്രനാകും? ദാവീദിൻ്റെ വംശത്തിൽ ജനിച്ച വെറും ഒരു മനുഷ്യനാകും? ദാവീദ് പറഞ്ഞത് എൻ്റെ ദൈവമാണ് യേശു എന്നല്ലേ? ഇതാണ് യേശു ചോദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ,
ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച, മനുഷ്യനെയും മരങ്ങളെയും മൃഗങ്ങളെയും സൃഷ്ടിച്ച, വായുവിനെയും വെള്ളത്തെയും വെളിച്ചത്തെയും സൃഷ്ടിച്ച ആ ദൈവമാണ് മനുഷ്യനായി വന്ന് കാൽവറിയിൽ നമുക്ക് വേണ്ടി യാഗമായത്, ഉയർത്തി ജീവിക്കുന്നത്, മടങ്ങി വരാൻ പോകുന്നത്. ഈ യേശുവിനെ ബഹുമാനിക്കാൻ, സ്നേഹിക്കാൻ ദൈവം ഏവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.